മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ റോൾ, അവന്റെ ഭാഗമാണ് വീട്ടിനകത്തെ അവന്റെ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിന്റെ ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വീടിന് പുറത്ത് ബാഹ്യലോകത്ത് നമുക്ക് ജീവിതമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ ചില ആവശ്യങ്ങളും മേഖലകളും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വീട്ടിനകത്തുള്ള മനുഷ്യന്റെ ജീവിതം, ആണിന്റെയും പെണ്ണിന്റെയും വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ നേതൃത്വം വഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. ദമ്പതികൾ, ഭാര്യയും ഭർത്താവും. ഈ രണ്ട് വ്യക്തികളും ആ കുടുംബത്തിലെ നായകന്മാരാണ്. ആ വീട്ടിനകത്തുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് രണ്ടുപേരും. എല്ലാ വ്യക്തികളും, വിവാഹിതരായ മുഴുവൻ മനുഷ്യന്മാരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ സന്തോഷകരമായ, ആനന്ദകരമായ, മനസ്സ് കുളിർക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണമെന്നതാണ്. അത് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവരുടെയും മനസ്സ് കൊതിക്കുന്ന ഒരു സംഗതിയാണ് തന്റെ ഇണ, അതാണോ പെണ്ണോ ആരാവട്ടെ, ആണിന് പെണ്ണും പെണ്ണിനാണോ, ആ ഇണ അത് ഏറ്റവും അധികം മനസ്സ് കുളിർക്കുന്ന ഒന്നായിരിക്കണം. തനിക്ക് മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒന്നായിരിക്കണം. വളരെ ഐക്യത്തിലും അങ്ങേയറ്റം സ്നേഹത്തിലും മനസ്സിണങ്ങി ജീവിച്ചു പോകണം രണ്ടുപേർക്കും എന്ന് കൊതിക്കുന്നവരും അതിന് പ്രാർത്ഥിക്കുന്നവരുമാണ് സാധാരണഗതിയിൽ ദമ്പതികളായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആളുകൾ പരാജയപ്പെടുന്നു. നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ നോക്കുന്ന വാർത്തകളാണ്. മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയിൽ എത്ര വലിയവരാണെങ്കിലും ഒരുപാട് സാധ്യതകളും ഒക്കെ ജീവിതത്തിലുള്ള ആളുകളുണ്ട്. പല മേഖലകളിലും അതിന് ഉന്നതങ്ങളിൽ എത്തിപ്പിടിച്ച വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വളരെ ആദരിക്കപ്പെടുന്നവരാണ്, വലിയ മഹത്വം കൊട്ടിഘോഷിക്കപ്പെടുന്നവരാണ്. പക്ഷെ അവർ ദാമ്പത്യ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. അവിടെ വിജയിക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഒരുപാട് കാരണങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ കുടുംബത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകും. പക്ഷെ ഇവിടെ ഇസ്ലാം മുന്നിൽ വെക്കുന്ന തത്വങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയുന്നു. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖാ, എല്ലായിടത്തേക്കും ബാധകമാകുന്ന തത്വം പറഞ്ഞു. വിശ്വാസികളിൽ ഏറ്റവും സമ്പൂർണത കൈവന്ന ആൾ, വിശ്വാസികളിൽ ഏറ്റവും സമ്പൂർണത കൈവന്ന ആൾ അഹ്സനുൽ ഖുൽഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരിക്കും എന്നതാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം. വിശ്വാസികളിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും സമ്പൂർണ്ണത, അക്മൽ, പൂർണ്ണത വന്ന ആൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരിക്കും എന്നാണ്. വളരെ എളുപ്പമുണ്ട് നമുക്ക് നമ്മളെ അളക്കാൻ. നമ്മുടെ ഈമാന്റെ ഗുണമേന്മ, ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ നമ്മൾക്ക് സാധിക്കും. നമ്മുടെ സ്വഭാവവും നമ്മളെ പറ്റിയുള്ള ആളുകൾക്കുള്ള അഭിപ്രായങ്ങളും നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മുടെ ഈമാന്റെ തോത് നമുക്ക് അളക്കാൻ കഴിയും. നമ്മളെപ്പറ്റി നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക്
നമ്മൾ ഇടപഴകുന്ന പൊതുമേഖലയിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയാണ്. പൊതു ഇടങ്ങളിൽ വളരെ നല്ല അഭിപ്രായങ്ങളാണ് നമ്മളെ പറ്റിയൊക്കെ പല വിഷയങ്ങളിലും. പക്ഷെ വീട്ടിനകത്ത് നമ്മുടെ ഏറ്റവും അടുത്തറിയുന്നവരാണ് വീട്ടിനകത്തുള്ള നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ. അവർക്ക് നമ്മൾ അറിയുന്നത് പോലെ പുറം ലോകത്തുള്ളവർക്ക് അറിയില്ല. പുറം ലോകത്തുള്ളവർ പലതും അറിയുന്നത് നമ്മുടെ നാട്യങ്ങളാണ്, നമ്മുടെ അഭിനയങ്ങളാണ്, ഒരു തരത്തിലുള്ള അഭിനയങ്ങളാണ്, അല്ലെങ്കിൽ പുറം പൂച്ചുകളാണ്. ഇതൊക്കെയാണ് പുറം ലോകത്തിന് അറിയുന്നത്. അകത്തുള്ളവർ അറിയുന്നത് ഇതൊന്നുമില്ല. അകത്ത് നമുക്ക് ഇതൊന്നും കാണിക്കാൻ കഴിയില്ല. അവിടെ നമ്മുടെ ശരിയായ രൂപവും സ്വഭാവം പ്രകടമാക്കുന്ന രംഗമാണ്. റസൂൽ പറയുന്നത് ഏറ്റവും നല്ല വിശ്വാസി അവരുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. തുടർന്ന് പറഞ്ഞൊരു വാക്യം നോക്കുക, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്റെ വീട്ടുകാരോട് നന്നായി വർത്തിക്കുന്നവനാണ് എന്നാണ്. തന്റെ വീട്ടിനകത്തുള്ള ആളുകളോട് നന്നായി പെരുമാറുന്നവനാണ് നല്ല പെരുമാറ്റമുള്ള ആൾ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പരിശോധിക്കേണ്ട ഒരു മേഖലയല്ലേ. പുറത്തൊക്കെ നമ്മൾ ആളുകളോട് നന്നായി പെരുമാറും, നല്ല ഇടപെടലാണ്. ഏത് കാര്യം ചെന്ന് പറഞ്ഞാലും സമീപിച്ചാലും നല്ല പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓടിയെത്തും, എന്തും നല്ല അഭിപ്രായം മാത്രം. പക്ഷെ വീട്ടിനകത്ത് നമ്മുടെ ഭാര്യയ്ക്ക് അഭിപ്രായം നമ്മളെ പറ്റി ഉണ്ടോ? നമ്മുടെ ഭർത്താവിന് നമ്മളെ പറ്റി അഭിപ്രായമുണ്ടോ? നമ്മുടെ മക്കൾക്ക് അഭിപ്രായമുണ്ടോ? എന്റെ ബാപ്പ ഒരു നല്ല മനുഷ്യനാണ് എന്ന്. എന്റെ ബാപ്പ ബാപ്പയാണ്, എല്ലാവർക്കും അറിയാം. എന്റെ ഭാര്യ എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവിന്റെ ഭർത്താവാണ്, ഒക്കെ എല്ലാം അറിയാം. പക്ഷെ എന്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയാണ്, എന്റെ ഭർത്താവ് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മുടെ ഭാര്യ നമ്മളെ പറ്റി പറയൂ. അവിടെയാണ് നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ. അവിടെയാണ് വലിയ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇടിഞ്ഞി താഴെ വീഴുന്നത്. എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലറിയുന്നത്. വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു, മഹത്വങ്ങളുടെ കിരീടങ്ങൾ അണിഞ്ഞു നിൽക്കുന്നു ആളുകൾ, ലോക ശ്രദ്ധ പിടിച്ചു വെക്കുന്നു ആളുകൾ പല മേഖലകളിലും അവരുടെ തലങ്ങളിലൊക്കെ. പക്ഷെ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ 10 പൈസയുടെ വിലയില്ലാത്ത മനുഷ്യനായിട്ട് അയാൾ മാറും. എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് അവിടെ നന്നാവാൻ കഴിയുന്നില്ല. അവിടെയാണ് നന്നാവേണ്ടത്, അവിടെ നന്നാവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? ഒരുപാട് കാരണങ്ങൾ. നമ്മുടെ ഇപ്പോഴുള്ള ഒരു സംഗതി പരിശോധിച്ചു, നമ്മുടെ ഇപ്പോഴുള്ള വീട്ടിലെ ഒരു സംഗതി പരിശോധിച്ചു നോക്കുന്നു. ഈ ഇരിക്കുന്ന നമ്മളൊക്കെയും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ വീട്ടിൽ ചെലവഴിക്കുന്ന സമയത്തിൽ നമ്മുടെ വീട്ടുകാരനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എത്ര സമയം കണ്ടെത്തുന്നത് നോക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കുറവാണ്. വീട്ടിലിരിക്കുമ്പോൾ പോലും രണ്ടുപേരും മുഖം നോക്കി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. രണ്ടുപേർക്കും ആശയ കൈമാറ്റത്തിന് സമയം കിട്ടുന്നില്ല. പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു തമാശ പറയാൻ പോലും സമയം കിട്ടുന്നില്ല. എന്താ കാരണം? അതിലൊരു വില്ലൻ, മുഖ്യ വില്ലൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലാണ്. അണുനോക്കുകൾ നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ച് കടന്നു ചെല്ലുന്നു. അവിടെ ചെന്നാൽ അത് ചാറ്റ് ചെയ്യുന്നു. രാത്രി പായയിലേക്ക് ബെഡിലേക്ക് കിടക്കുന്നത് വരെയും അതിൽ തന്നെയാണുള്ളത്. പുരുഷന്മാർ അങ്ങനെയാണ്. ഇനി സ്ത്രീകളോ? നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവർക്ക് ചെവിയിൽ വെച്ചായിരിക്കുന്നത്. അവർക്കും ഇത് തന്നെയാണ് പണി. രണ്ടുപേരും തൊട്ടടുത്ത് ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ടാവും, ഒരു കട്ടിൽ ഇരിക്കുന്നുണ്ടാവും. പരസ്പരം പറയുന്നില്ല. ലോകത്തെല്ലാവരോടും അവർ സംവദിക്കുന്നു, സംസാരിക്കുന്നു. ലോകത്തുള്ള പല ആളുകളോടും ഇടപാടുകൾ മിനിറ്റുകൾ സെക്കൻഡുകൾ കൊണ്ട് നടത്തുന്നു. കഴിയുമ്പോൾ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവർ തമ്മിലൊരു സംസാരമില്ല.
അവർ തമ്മിലൊരു മുണ്ടാട്ടമില്ല, തെറ്റിയതല്ല, അവർ പിണങ്ങിയതല്ല. സംഭവം അങ്ങനെയായി മാറി നമ്മുടെ ജീവിതം. ഈ യന്ത്രങ്ങൾക്കും ടെക്നിക്കിലും ഒക്കെ ടെക്നോളജിയിലൊക്കെ ഈ സൗകര്യങ്ങളിൽ കുടുങ്ങിപ്പോയി നമ്മൾ. എന്താ ഇതിന് പരിഹാരം? ഭാര്യയും ഭർത്താവും തീരുമാനിക്കുക തന്നെ അവരുടെ ജീവിതത്തിൽ പരസ്പരം മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കണം. ആയിഷ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ വന്നാൽ ഏറ്റവും അധികം ലളിതമായി പെരുമാറുന്ന ഒരു മനുഷ്യനായിരുന്നു. റസൂൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് വിഭജിച്ചു കൊടുത്തായിരുന്നു. ഒരു ഭാര്യയല്ല, അങ്ങനെയാണ് റസൂൽ ജീവിച്ചിരുന്നത്. പക്ഷെ ഭാര്യമാർ പറയുന്നത് ഏത് വീട്ടിലാണ് അന്ന് റസൂൽ താമസിക്കുന്നത് എല്ലാവർക്കും അറിയാം. കാരണം ഓരോ ദിവസവും ഓഹരി വെച്ച് കൊടുത്തതാണ്. റസൂൽ വൈകുന്നേരം അവിടെ വരും, എല്ലാ ഭാര്യമാരും അവിടെ വരും. പരസ്പരം തമാശ പറഞ്ഞു ചിരിച്ചു കളിച്ചുമൊക്കെ അവർ പോകും. റസൂലിന്റെ വീട് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, എവിടെയാണ് എന്താണെന്നറിയാം. അവരുമായിട്ട് ആശയവിനിമയം നടത്തും. രണ്ടാമത്തെ റിപ്പോർട്ട് നോക്കൂ നിങ്ങൾ. അസ്ർ നമസ്കാരത്തിന് ശേഷം റസൂൽ എല്ലാ ഭാര്യമാരും വീട് സന്ദർശിക്കുമായിരുന്നു. അവരുടെ കുശലാന്വേഷണം നടത്തി കാര്യങ്ങൾ അന്വേഷിച്ച രാത്രി അദ്ദേഹത്തിന് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യമാരെ അദ്ദേഹം പരിഗണിച്ചിരുന്നു. വളരെ ഗൗരവമായി കാണുക, ഭാര്യമാരെ പരിഗണിച്ചിരുന്നു, അവർക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു, അവരുടെ വാക്കുകളും അവരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചിരുന്നു. എന്നല്ല, ഒരു പെണ്ണെന്ന നിലക്ക് കിട്ടേണ്ട, അവൾക്ക് കിട്ടേണ്ട പരിഗണന ഉണ്ട്. അത് ആണുങ്ങളോട് ചെയ്യാൻ പറ്റപ്പോയ പെണ്ണിനോട് തന്നെ ചെയ്യേണ്ട പരിഗണനകളുണ്ട്. അത് അവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ദാമ്പത്യം സന്തോഷകരമായി പോകാൻ കൊണ്ട് നടക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇതിന്റെ മറുഭാഗം ഇതുപോലെ തന്നെ. പുരുഷൻ വീട്ടിൽ കയറി വരുമ്പോൾ വീട്ടിലായിരിക്കും സാധാരണഗതിയിൽ പെണ്ണുണ്ടാകുന്നത്. അവർക്കും അതേ യോഗ്യത വേണം. ആ യോഗ്യത എന്താ? തന്റെ ഭർത്താവാണ് കയറി വരുന്നത്, അയാൾ പരിഗണിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ശ്രദ്ധയും പരിഗണനയൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ആ ബന്ധത്തിന് ആഴവും വലുപ്പവും ഒക്കെ കൂടും. ഒരു വീട്ടിനെ സംബന്ധിച്ച് ആ വീട്ടിന്റെ അടിത്തറ വനിത തന്നെയാണ്, പെണ്ണ് തന്നെയാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പലർക്കും അത് മനസ്സിലാകുന്നില്ല. ഒരു സംഭവം നിങ്ങൾ നോക്കൂ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതാണ്ട് 4000 വർഷം മുമ്പുള്ള സംഭവമാണ്. അദ്ദേഹം തന്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിച്ചു. എല്ലാവർക്കും അറിയാം ആ സംഭവങ്ങളൊക്കെ. കഅബയുടെ അടുക്കലാണ് താമസിച്ചത്. അവിടെ ഏൽപ്പിച്ചു, അള്ളാഹുവിനെ ഏൽപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോവാണ്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം വന്നു, പിന്നീട് 4 തവണ വന്നിട്ടുണ്ട്. അതിലൊരു തവണ വന്നപ്പോൾ ഹാജർക്ക് ആ സമയത്ത് മരിച്ചു പോയിട്ടുണ്ട്. മകൻ ഇസ്മായിൽ വളർന്നിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ ചെന്നു. കഅബയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അന്ന് കഅബ വന്നിട്ടില്ല, ആയി വരുന്നുണ്ട്. ആ സ്ഥലത്ത് ആയിരത്തി തൊട്ടടുത്ത് താമസിക്കുന്നു. ഇബ്രാഹിം കടന്നു ചെല്ലുമ്പോൾ മകൻ ഇസ്മായിൽ സ്ഥലത്തില്ല. മുമ്പെന്തോ കണ്ടുപോയതാണ്. അദ്ദേഹം വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൂടി പുറത്തു പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു വൃദ്ധനായ പ്രായം ചെന്നാണ് ഇബ്രാഹിം. ഇറാഖിൽ നിന്നാണ് അദ്ദേഹം അങ്ങോട്ട് വരുന്നത്. ആലോചിച്ചു ആ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. അപ്പൊ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ ഇസ്മായിലിന്റെ ഭാര്യ ചോദിച്ചു വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത വിശേഷങ്ങൾ? അവർ പറഞ്ഞു, വളരെ കഷ്ടപ്പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, വെള്ളമില്ല എന്നൊക്കെ പരിഭവം തന്നെ പറഞ്ഞു. ഇബ്രാഹിം തിരിച്ചു പോവാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു. അദ്ദേഹം വരുമ്പോൾ എന്റെ സലാം പറയണം, വയ്യ എന്ന് പറഞ്ഞിരുന്നു. നിന്റെ വീട്ടിന്റെ ആ ഉമ്മറപ്പടി അല്ലെങ്കിൽ അടിത്തറ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇസ്മായിൽ ആ വാർത്തകളൊക്കെ പറഞ്ഞൊരു വൃദ്ധൻ വന്നിട്ട് ഏതാ ഞങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നത്, നിന്നെ മാറ്റണം എന്നാണ് പറഞ്ഞത്. നിന്നെ ഇവിടെ വീട്ടിൽ നിർത്താൻ വിടില്ല എന്നാണ് എന്റെ ബാപ്പയുള്ളത്, പറ്റില്ല എന്നാണ് പറഞ്ഞത്.
എന്താ സംഭവം? ഒരു വൃദ്ധനായ ആള് വന്നപ്പോൾ ആ വീട്ടിലെ എല്ലാ പരിഭവവും, ഭർത്താവിനെ പറ്റി അടക്കമുള്ള പരിഭവം പറയുമ്പോൾ ഒരു നല്ല വാക്ക് പറയാനില്ല. അവിടെ ഉപയോഗിച്ച വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. വീട്ടിന്റെ ഉമ്മരപ്പടി, നമ്മൾ പറയുന്ന ഉമ്മറപ്പടി അല്ലെങ്കിൽ ആ അടിത്തറ, ആ മുൻഭാഗത്ത് കയറി വരുന്ന ആ ഭാഗത്തിന്റെ ആ വാതിന്റെ ആ ഭാഗം അത് മാറ്റി വെക്കണം എന്നാ പറഞ്ഞത്. അതാണ് സ്ത്രീ എന്നാ പറഞ്ഞത്. സ്ത്രീയാണ് ഉപയോഗിച്ചത്. വീട്ടിന്റെ ഉമ്മറപ്പടിയാണ് അവരാണ് വീട്. ഇതിന്റെ ബാക്കി നടക്കുന്നുണ്ട്. അദ്ദേഹം പുനർവിവാഹം നടത്തി വീണ്ടും വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം കാലങ്ങൾക്ക് ശേഷം അവരോട് സംസാരിച്ചു. അപ്പം സലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഇസ്മായിലിന്റെ ഭാര്യ പറഞ്ഞത് അവന്റെ ജീവിതത്തിന്റെ സൗകര്യവും സന്തോഷവും ഒക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോൾ ഇബ്രാഹിം അവർക്ക് കൊടുക്കുന്ന ഉപദേശം, ഇങ്ങനൊരു വൃദ്ധൻ വന്നിരുന്നു, സലാം പറയണം, ആ വീട്ടിന്റെ ഉമ്മറപ്പടി അവിടെ ഉറപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞേക്കുന്നതാണ്. നമുക്ക് രണ്ട് ഭാഗത്തും പറഞ്ഞ വാക്കാർത്ഥമൊക്കെ വൈത്തിക്കണം. വീട്ടിന്റെ ഉമ്മറപ്പടിയാണ്, അടിത്തറയാണ് പെണ്ണ്, ഭാര്യ എന്നാണ്. അത് ശരിയായിട്ടില്ലെങ്കിൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അത് ശരിയാക്കിയെടുക്കേണ്ടതും ശരിയാകേണ്ടതും അവർ തമ്മിൽ തന്നെയാണ്. അവർ തമ്മിലാണ് ചെയ്യേണ്ടത്. അവിടെ ശരിയാവേണ്ടതുണ്ട്, ആകാത്ത ഭാഗം ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. ഈ രണ്ടു പേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം വീട്ടിനകത്ത് നടക്കുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്ന ജീവിതമായി മാറും. വലിയ നേട്ടങ്ങൾ വന്നുകൊണ്ട് ആ നേട്ടം ആൾക്കാർ ആ വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ, വീട്ടിലെ അംഗങ്ങൾക്ക് മുഴുവനും, അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല ആ മക്കളിലൊക്കെ ആ സന്തോഷം. അതവിടെ വന്നു പോകുന്ന അതിഥികൾക്ക് വരെ ആ മനസ്സുഖം തിരിച്ചറിയാൻ കഴിയും. അവിടെ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും പരിശോധിക്കേണ്ടത്, നമുക്ക് അങ്ങനെ കൺകുളിർമ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വീട്ടിനകത്ത് നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ? അത് രണ്ട് മേഖലയിൽ പോവുകയാണ്. മൊബൈലുമായിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് അതിൽ കളിക്കുകയും ഉറങ്ങുമ്പോൾ മാത്രം മാറ്റിവെക്കുകയും ചെയ്യുന്ന സംഗതിയായിട്ട് മാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, അല്ല നമ്മളൊക്കെ തീരുമാനിക്കുക. അതിനൊരു നിയന്ത്രണം വീട്ടിനകത്ത് വെച്ചാൽ ദമ്പതികൾക്കിടയിലെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നം ഏതാണ്ടൊക്കെ പരിഹരിച്ചും ചർച്ച ചെയ്തു പോകാൻ കഴിയും. ആ സംഭാഷണത്തിൽ, അവർക്കൊരു സംഭാഷണം ആവശ്യമാണ്. ആ സംഭാഷണത്തിൽ നമ്മുടെ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പല ഗൗരവമുള്ള കാര്യം ഉണ്ടാവും, അത് ചർച്ച ചെയ്യും. അല്ല, തമാശകൾ പറയാനുണ്ടാകും, പ്രണയ ശൃംഗാര ഭാഷകൾ സംസാരിക്കാനുണ്ടാകും. അതൊക്കെ അങ്ങനെയാണ്. അതിന്റെ ഭാഗങ്ങളൊക്കെ അനുവദിച്ച കാര്യമാണ്, ആവശ്യവുമാണ്. അതൊക്കെ നിലനിൽക്കാവുന്ന രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവ്, അദ്ദേഹം ഓഫീസറല്ല, അവിടെ വരുമ്പോൾ ഉദ്യോഗസ്ഥനല്ല, അയാൾ അധ്യാപകനല്ല, അദ്ദേഹം കച്ചവടക്കാരനല്ല, അദ്ദേഹം കർഷകനല്ല. അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ ഭർത്താവ് ബാപ്പയൊക്കെയാണ് എന്ന നിലക്ക് വീട്ടിലേക്ക് വരിക. ഭാര്യയും അങ്ങനെ തന്നെ, അവൾ ഈ മേഖലയിലൊക്കെ ഉള്ളവളാണെങ്കിൽ അവരും അങ്ങനെ തന്നെ ആയാൽ ആ രണ്ടു പേർക്കുമിടയിൽ മാനസികമായ ഐക്യവും ഇണക്കവും ഉണ്ടാക്കാൻ കഴിയും. അതിന് പരസ്പരം സംസാരിക്കുക എന്നൊരു മിനിമം അജണ്ടയെങ്കിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള സാഹചര്യം വീട്ടിനകത്തുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഇല്ലാതെയാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പടത്തിൽ സൂക്ഷിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ശേഷം മക്കയിൽ ഹിജ്റ വന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മക്ക വിട്ട് എല്ലാം തിരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നാണ്. ഈ ആളുകൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവിടെ സംരക്ഷിക്കാൻ ഇന്നത്തേത് പോലെ സ്കൂളോ കോളേജിലോ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. റസൂൽ കണ്ട മാർഗം തആഫു, നിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരായി വർത്തിക്കുക എന്ന് പറഞ്ഞു.
ഇതിന് ഓരോരുത്തരും വീട്ടിലേക്ക് അവർ കൈ പിടിച്ചു സഹോദരന്മാരാക്കി, ഓരോരുത്തർ സഹോദരന്മാരാക്കിയിട്ട് അവർ അവരാ വീട്ടിൽ വെച്ച് താമസിപ്പിച്ചു, അവിടെ നിലനിർത്തി അവർ. അങ്ങനെ റസൂൽ ആ പ്രശ്നം വരികയില്ല. ഒന്നായിട്ട് കൊഴുക്ക് മക്കയിൽ വന്നതാണ്, ഹിജ്റ പോകുന്നതാണ്. ആ ആളുകൾക്ക് ഒരു അഭയം വേണ്ടേ, റസൂൽ സ്വീകരിച്ചു മാറുന്നതാണ്. അങ്ങനെ മക്കയിൽ നിന്ന് വന്ന സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ് മക്കത്ത് ഹിജ്റ വന്നു. അബൂ ദർദ, സൽമാൻ ഫാരിസിയും അബൂ ദർദ രണ്ടുപേര്. ആ രണ്ടുപേരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരായി പ്രഖ്യാപിച്ചു, സൽമാൻ ഫാരിസിയും അബൂ ദർദ. അങ്ങനെ അദ്ദേഹം സൽമാൻ ഫാരിസി അബൂ ദർദയെ വീട്ടിലേക്ക് ചെന്നു. അവ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് അബൂ ദർദയുടെ ഭാര്യയുടെ ഉമ്മു ദർദ എന്നാണ് പേര്. ദർദയുടെ മകളുടെ പേരാണ് ഉമ്മു ദർദ. വകുത്തബദ്ധീരത്തിൽ എന്ന് പറഞ്ഞാൽ വേഷഭൂഷണവും ശ്രദ്ധിക്കാതെ, ആർഭാടമൊന്നുമില്ലാതെ, മുഷിഞ്ഞ വേഷവും ശ്രദ്ധയില്ലാതെയും അങ്ങനെ നിൽക്കുന്നത്. എന്താണ് ഇങ്ങനെ ഓക്കെ എന്ന് ചോദിച്ചോ സൽമാൻ ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞത്, താങ്കളുടെ ഈ സഹോദരൻ അബൂ ദർദ എന്റെ ഭർത്താവ്, അയാൾക്ക് ഈ ദുനിയാവിൽ ഒരു കാര്യത്തോടൊരു താല്പര്യമില്ല, ഞാൻ എന്തിനാണ് മുഖത്തൊരുങ്ങി നിൽക്കുന്നത് എന്നാണ്. ഞാൻ ഇങ്ങനെ നടന്നാൽ മതിയല്ലോ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു താല്പര്യമില്ല. നേർക്കേറെ പറയാവുന്ന ഒരു ഭാഷയിൽ അവർ പറഞ്ഞാണ്, താങ്കളുടെ സഹോദരന് ദുനിയാവിലെ കാര്യത്തിലുള്ള താല്പര്യമില്ല. രാത്രി വന്നു ഭക്ഷണം കൊണ്ടുപോയിച്ചു. അബൂ ദർദ കഴിക്കുന്നില്ല, സൽമാനോട് കഴിക്കാൻ പറഞ്ഞു, വേണ്ട രണ്ടാം കഴിക്കണമെന്നോ. പകൽ അദ്ദേഹം നോമ്പെടുക്കുകയാണ്, രാത്രി നേരിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. കിടന്നുറങ്ങാൻ രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നത്. അബൂ ദർദ സൽമാൻ കഴിക്കലാവുന്ന കിടക്കുന്നത്, ഭാര്യ വേറെ കിടക്കുന്നത്. കിടന്നുറങ്ങാൻ എന്താ നമസ്കരിക്കാൻ എഴുന്നേറ്റു. സൽമാൻ പറഞ്ഞു, ഉറങ്ങണം, നമുക്ക് രണ്ടുപേർക്ക് ഉറങ്ങാൻ പറഞ്ഞു. ഉറങ്ങി. കുറെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചു, സുബഹിന് കുറച്ച് മുമ്പായിട്ട്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം കൊടുത്തൊരു ഉപദേശം, എല്ലാ ആളുകൾക്കും ഓരോരുത്തർക്കും ഓരോരുത്തരോട് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. സ്വന്തം ശരീരത്തോട് ചില കടപ്പാടുകളുണ്ട്, അത് അവർ നിർവഹിച്ചിരിക്കണം. ഒരു നിസ്കാരം പട്ടിണിയും നോക്കും ഭാര്യയിലേക്ക് ഒഴിവാക്കി നിൽക്കുന്നതെല്ലാം മതമാണ്. ഒന്ന് സ്വന്തം ശരീരത്തോട് ബാധ്യതയുണ്ട്. ഒരു സൗജിക്കാരേക്ക് ഭാര്യയോട് ഇണയോട് നിനക്ക് ബാധ്യതയുണ്ട്. വലിയ സൗരിക്കാരേക്ക് നിന്റെ സന്ദർശകർ ഗസ്റ്റുകളോട് നിനക്ക് ബാധ്യതയുണ്ട്. അയൽക്കാരോട് റബ്ബിക്കാരേക്ക് റബ്ബിനോടും നിനക്ക് ബാധ്യതയുണ്ട്. എന്നിട്ടാണ് നീ പറഞ്ഞ വാക്ക്, ഓരോരുത്തരോടും നിർവഹിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ തോതനുസരിച്ച് നടത്തിയിരിക്കണമെന്ന്. ഓരോരുത്തരോടും നിർവഹിക്കേണ്ട ബാധ്യത അത് ഓരോന്നിന്റെ തോതനുസരിച്ച് നിർവഹിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ മന്ദകാലം പോലെ വീർത്തു നിൽക്കേണ്ട. നമസ്കാരം, നോമ്പ്, ഇബാദത്ത്, ഉറക്കൊഴിക്കൽ, നോമ്പ്, അങ്ങനെ തന്നെ ഒരു ജീവിതമില്ല. അത് ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടാക്കും. നമ്മുടെ വീടുകളുണ്ട്, അങ്ങനെ പോകുന്ന ചില ആളുകളുണ്ട്. ഭാര്യ തീരെ ശ്രദ്ധിക്കാതെ ചില ആളുകൾക്ക് അങ്ങനെ ഉപയോഗിച്ചു പോകും. മാസങ്ങളോളം തെളിയാകും പറഞ്ഞ അങ്ങനെ പോകും ആളുകൾ. സന്ദേശം എത്തിക്കാൻ വീട്ടിൽ ശ്രദ്ധിക്കില്ല. അത് മതമല്ല. വീട്ടിലെത്തിയാൽ തന്നെ നമ്മുടെ ഒരുപാട് അജണ്ടകൾ ഉണ്ടാവും, അതൊക്കെ നടക്കും. പക്ഷെ ഭർത്താവിനെ ശ്രദ്ധിക്കാൻ ഭാര്യയ്ക്ക് ഒരു മിനിറ്റ് കിട്ടില്ല. അവർ സംഘടനയുടെ നേതാക്കന്മാരാണ്. ഓൺലൈൻ നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്, ക്ലാസ്സുകളുണ്ട്, ഒക്കെ ശ്രദ്ധിക്കും. അതിന് മുടക്കം വരാൻ പാടില്ല. മുടങ്ങേണ്ടത് ഏതാണ്? ഭർത്താവിനുള്ള കടപ്പാട് മാത്രം മുടങ്ങും, ബാക്കിയൊന്നും മുടങ്ങില്ല. നോക്ക്, നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? ഇതിന് ഒരു ഭാവന പറയുന്നതല്ല. പല ആളുകളും പറയുന്ന പരിഭവമാണിത്. പല ആളുകളും പറയുന്ന പരിഭവമാണിത്. വീട്ടിൽ ചെന്നാൽ പോലും അവർക്ക് മൊബൈൽ ഒഴിവാക്കി എന്നോടും സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം അവൾ സംഘടന ഇന്ന ആളാണ്, അവൾക്ക് ഓൺലൈനിൽ ഇന്ന ടെസ്റ്റ് ഉണ്ട്, ഈ സമയത്ത് ക്വിസ് പ്രോഗ്രാം ഉണ്ട്, അതുണ്ട്. എപ്പം നോക്കിയാൽ അത് മുടക്കാൻ പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ നടത്തും. പക്ഷെ എന്നെ ശ്രദ്ധിക്കാൻ അവർക്ക് നിർമ്മയില്ല. തിരിച്ചു ഇങ്ങോട്ട് തന്നെ ഇവർ വന്നാലും സംഘടനയാണ്, നേതാവാണ്. അയാൾ വീട്ടിൽ വന്നാൽ കച്ചവടക്കാരനാണ്, അതൊക്കെ പോണേ ഉള്ളൂ.
അയാൾ ഓഫീസറാണ്. ആ വീട്ടിൽ വന്നാലും അങ്ങനെയാണ്. അതൊക്കെ അഴിച്ചു വെച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും ഒക്കെ ആകാൻ പറ്റുമെന്ന് നോക്കും നിങ്ങൾ. കുറച്ച് പ്രയാസം ഉണ്ടാവും. മെനക്കെട്ട് തീരുമാനമെടുത്തെങ്കിലേ നടക്കൂ. അങ്ങനെ തീരുമാനമെടുക്കുന്ന നേരത്ത് നമ്മുടെ വീട്ടിനകത്ത് സംതൃപ്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. എത്രയായാലും പൂർണ്ണമാകാത്തൊരു മേഖലയാണ്. 100% എന്ന് പറയുന്ന ഒരു സംഗതി ആ ഭാഗത്ത് ഉണ്ടാവില്ല. എന്നാലും ഒരു 60%, 70% ആയി കിട്ടിയാൽ പോലും 100%മായി പരിഗണിക്കേണ്ട ഒരു മേഖലയാണ്. ആ ഒരു ഭാഗം ഗൗരവപൂർവ്വം നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. റസൂൽ ഇബ്രാഹിം വീട്ടിന്റെ ഉമ്മറക്കല്ലാണ് ഭാര്യ എന്ന് പറഞ്ഞല്ലോ. ആ അടിത്തറയാണ് എന്ന് പറഞ്ഞല്ലോ. ആ അടിത്തറയാകാൻ അവർ നോക്കണം. അതേപോലെ അവരൊക്കെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം നേതൃത്വം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അത് അവർ നോക്കിയാൽ രണ്ടു കൂട്ടരും ബോധപൂർവ്വം ഒരു തീരുമാനമെടുത്താൽ വളരെ സന്തോഷത്തോടെ കൂടി പോകാവുന്ന ഒരു അന്തരീക്ഷം വീട്ടിനകത്തുണ്ടാവും. അതിന് ശ്രമിക്കണം. സ്വാഭാവികമായിട്ട് വന്നു ചെയ്യുന്നതല്ല, ശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്.